ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗെന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ. ഇന്ന് അതുകൊണ്ട് മിന്നുവിനെ സാധാരണ സ്കൂളിൽ പോകാൻ വിളിക്കുന്നത് പോലെ കുറേ പ്രാവശ്യം ഒന്നും വിളിക്കേണ്ടി വന്നില്ല. ഒറ്റ പ്രാവശ്യത്തെ വിളിയോടെ മിന്നു എഴുന്നേറ്റു. ഇനിത് അന്നക്കുട്ടി എഴുന്നേൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഞങ്ങൾ നാട്ടിൽ പോകണം കേട്ടോ. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അത് വളരെ മെമ്മറബിൾ ആക്കി പോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് തട്ടുമുട്ട് സൗണ്ടൊക്കെ. അപ്പം ഞങ്ങളിത് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എനിവേ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്ന് കൊച്ചിക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ പ്രിപ്പറേഷൻസും ഉണ്ട്. എങ്കിലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം അന്നക്കുട്ടി സാധാരണ അങ്ങനെ അടങ്ങിയിരിക്കാറില്ല. ഇപ്പോൾ അവൾ ഓടി നടക്കുന്നൊരു പ്രായമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് അവളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ അവൾ മാക്സിമം ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഞങ്ങൾ ഇത്തവണ വന്നപ്പം ഞങ്ങൾ ഇതുവരെ ഈ സിസ്റ്റം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബാഗേജ് സ്ലിപ്പൊക്കെ നമ്മൾ തന്നെയായിരുന്നു എടുത്ത് വെക്കേണ്ടത്. പക്ഷേ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അധികം ക്യൂ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റി. വലിയ തിരക്ക് ഇത്തവണ അങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ക്യൂ ഒന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈവൻ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടുമെങ്കിലും ഇവരെ മാക്സിമം എൻഗേജ് ആക്കി ഇരുത്തുക. കാരണം അതാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാരണം ഫ്ലൈറ്റിൽ കയറുമ്പോൾ യൂഷ്വലി ഒരു ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് നേരം സമയമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിനകമൊക്കെ കണ്ടിങ്ങനെ നടന്നു. നല്ല അത്യാവശ്യം നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാനും നല്ലൊരു സ്ഥലമാണ്. വെളിയിലെ പ്രൈസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേനും വലിയൊരു ഡിഫറൻസ് ഇതിനകത്ത് ചില സാധനങ്ങൾക്ക് നമുക്ക് തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞത് ജ്യൂസ്, പിള്ളേരുടെ സ്നാക്സ്, അതൊക്കെ അവർ ജ്യൂസൊക്കെ അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ കളയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇൻസൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും ഇവരെ കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇച്ചിരി എക്സ്ട്രാ പ്രൈസായിട്ട് നമുക്ക് തോന്നി. പക്ഷെ നമുക്ക് വാങ്ങിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതിനകമൊക്കെ നടന്ന് കണ്ട് പ്രത്യേകിച്ച് പർച്ചേസായിട്ടൊന്നുമില്ല. പക്ഷെ മാക്സിമം ഇവരെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഇവർക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നു. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്തു. അതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾ, കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഉള്ള ട്രാവൽ ഡിഫിക്കൽട്ടീസ് ഇതൊക്കെയാണ്. കണ്ടല്ലോ, എത്ര നമ്മൾ കൊണ്ടുപോയാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനിടയ്ക്ക് നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എനിവേ ഞങ്ങൾ ഗേറ്റിനടുത്ത് വന്ന് ബാക്കി ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല ആക്റ്റീവായിരുന്നു. ഗേറ്റിനടുത്ത് ചെന്ന സമയത്തൊക്കെ അവർ രണ്ടുപേരും മാക്സിമം അവരെല്ലാം നടന്ന് ഓടിക്കളിച്ച്, കാരണം ഇതിന് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ മാക്സിമം ആക്റ്റീവായിരിക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ടയേർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്തെ ആ ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറയുമെന്നാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് മാക്സിമം ഞങ്ങളവർ കളിച്ചോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. എനിവേ ഫ്ലൈറ്റൊന്നും ഡിലേ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം ഓൺ ടൈമായിരുന്നു. ഫുഡാണെങ്കിലും നല്ല ഫുഡ് ആയിരുന്നു. ഒരു ബിരിയാണി, ലാം ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായ് ലാൻഡ് ചെയ്തപ്പോൾ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. അവിടെയാണ് പിള്ളേർക്ക് കളിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അധികം ലേ ഓവർ ഒന്നും ഇല്ലെങ്കിൽ പോലും മാക്സിമം അവിടെ ഞങ്ങൾ ചേഞ്ചിങ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് ഫ്രഷപ്പായി പിള്ളേർ കുറച്ച് നേരം അവിടെ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ദുബായ് ടു കൊച്ചി ഫ്ലൈറ്റിലേക്ക് കയറിയത്. അവിടെ ഞങ്ങൾക്ക് അധികം ഒരു ഡിലേ വന്നതായിട്ട് തോന്നിയതേ ഇല്ല. എല്ലാം വളരെ ഫാസ്റ്റപ്പ് ആയിരുന്നു. ബട്ട് ആക്ച്വലി ദുബായ് എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ടൈം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തോന്നി. പിന്നെ കൊച്ചി വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ലഗേജ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുത്ത് പുറത്തിറങ്ങാൻ വേണ്ടി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വിഷ്ണു കറക്റ്റ് സമയമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ഓൺ ടൈമിൽ തന്നെയാണ് വീട്ടിലെത്തിയതും. നാട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് ഞങ്ങളൊന്ന്
കഴിക്കാൻ വേണ്ടി ചവിട്ടി. യൂഷ്വലി ദോശ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഈ ദോശ പ്രേമം എല്ലാവർക്കും ഉള്ളതാണോ എനിക്കറിയില്ല കേട്ടോ. എനിവേ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം ചൂടും. പെട്ടെന്ന് അവിടെ നിന്ന് വന്നൊരു ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അത്ര ഒരു ഹെക്റ്റിക് ചൂടായിട്ട് തോന്നിയില്ല. മേ ബി മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ടാവാം. ഭയങ്കര സന്തോഷമായിരുന്നു നാട്ടിലേക്ക്. വളരെ കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾക്കുള്ളൂ. അതായത് ഞങ്ങളുടെ വീടിനടുത്തേക്കുള്ള വഴി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, നമുക്ക് നിയർ ടു ഹോം എന്നൊരു ഫീലായി കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. ഇത് ഞങ്ങളുടെ ഐക്യച്ചിറപ്പള്ളിയുടെ കുരിശുപള്ളിയാണ്. അതുപോലെ ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ നിയർ ടു ഹോം എത്താറായിക്കൊണ്ടിരിക്കുന്നു. മിന്നു ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഡാഡി മമ്മി അവിടെ ഇവരെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൾക്കതറിയാം, വഴിയൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് അറിയാം. പിന്നെ ഒരു 2-3 ആഴ്ചയായിട്ട് അവൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാട്ടിൽ പോകാമെന്ന്. സോ അവളാണ് എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് സേഫായിട്ട് എത്തി. അതിന് ഞങ്ങൾ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് വരും ഡേയ്സിൽ കാണാം. ഇവിടെ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.